മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങുന്നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ മാലാഖമാർ. സ്വന്ത വേദനയതെല്ലാം മറന്ന് സോദരർക്കായി നീക്കി വച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. തന്നിരുളിൽ കാരുണ്യത്താരങ്ങളായി ലോകം മുഴുവൻ ദീപ്തി പരത്താൻ പോകാം, യേശുവിൻ സാക്ഷ്യം നൽകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നഴ്സസ് ടൈമിനായി കാത്തിരിക്കുന്ന ലോകമെമ്പാടുമുള്ള ശാലോം പ്രേക്ഷകർക്ക് നഴ്സസ് ടൈമിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. നഴ്സസ് ടൈമിലൂടെ വരുന്ന ജീവിത സാക്ഷ്യങ്ങളും അനുഭവങ്ങളും ഒത്തിരിയേറെ പേരുടെ ജീവിതങ്ങളെ ഈശോയുടെ സ്നേഹം കൊണ്ടും സൗഖ്യം കൊണ്ടും നിറയ്ക്കുന്നുവെന്നറിയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളുടെ നഴ്സസ് കൂട്ടായ്മയിലേക്ക് പുതുതായി കടന്നു വന്ന ഒരു നഴ്സ് പറയുകയായിരുന്നു, നാട്ടിലായിരിക്കുന്ന അവളുടെ പപ്പ നഴ്സസ് ടൈം കണ്ടിട്ട് ഈ കൂട്ടായ്മയിൽ പങ്കുചേരണമെന്ന് അവളോട് പറഞ്ഞത് മൂലമാണ് അവൾ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നത് എന്ന്. സങ്കീർത്തനം 121
3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. ജീവിതത്തിൻ്റെ വളരെയേറെ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയിട്ടും ഈശോയുടെ ഈ സ്നേഹവും മാധുര്യവും അനുഭവിക്കുന്ന ഖത്തറിലെ ഒരു നഴ്സിനെ ഇപ്പോൾ നമുക്ക് പരിചയപ്പെടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിതത്തിലെ പലവിധ സഹനങ്ങളിലൂടെ ഈശോയുടെ സ്നേഹം അടുത്തറിഞ്ഞ ഒരു സഹോദരിയെ നമുക്ക് പരിചയപ്പെടാം. ഖത്തറിൽ നിന്നുള്ള ഏലിയാമ്മ പൗലോസ്. പ്രൈസ് ദി ലോർഡ്. നഴ്സസ് ടൈമിലേക്ക് സ്വാഗതം. ശാലോം TV പ്രേക്ഷകർക്ക് വേണ്ടി ചേച്ചിയെ ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായും. എൻ്റെ പേര് ഏലിയാമ്മ പൗലോസ്. ഞാൻ ഖത്തറിൽ 10 വർഷമായി സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. ഹസ്ബൻഡ് ഇപ്പോൾ നാട്ടിലാണ്. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. 2 പേരും ഇവിടെ സ്കൂളിൽ പഠിക്കുന്നു. ചേച്ചി ഇന്ന് നഴ്സസ് ടൈമിലായിരിക്കുന്നത് ഈശോയുടെ സ്നേഹം തൊട്ടറിഞ്ഞ ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായതുകൊണ്ടാണ്. ആ അനുഭവങ്ങൾ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും. ജനുവരി ഫെബ്രുവരി ഈ മാസത്തിലാണ് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ എനിക്ക് ചെറിയൊരു തടിപ്പ് പോലെ തോന്നിയത്. അത് ഞാൻ കാര്യമായി പരിഗണിച്ചില്ല. കാരണം ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങനെ ഒരു ക്യാൻസറിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കക്ഷത്തിലൊരു മുഴ വലുതായി വരികയും എനിക്ക് കൈ പൊക്കാൻ മേലാത്ത സ്ഥിതിയിലോട്ട് വരികയും ചെയ്തു. ആ സമയത്താണ് ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോകുന്നത്. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ എല്ലാവിധ ടെസ്റ്റുകളും അർജൻറ്റായിട്ട് തന്നെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ടെസ്റ്റുകളെല്ലാം ചെയ്ത് നോക്കുമ്പോൾ ക്യാൻസർ പോസിറ്റീവാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണെന്നുള്ളത്. അതെനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ പിന്നീടുള്ള അവസരങ്ങളിൽ അതിനെ ധൈര്യപൂർവ്വം നേരിടാൻ എനിക്ക് ദൈവം അവസരം നൽകി. കീമോതെറാപ്പി ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്തു. 6 കീമോതെറാപ്പിയാണ് അഡ്വൈസ് ചെയ്തത്. 6 കീമോതെറാപ്പിയിലും എന്നെ സപ്പോർട്ട് ചെയ്തതും എല്ലാ നഴ്സസ് മിനിസ്ട്രിയിലെ സഹോദരങ്ങളായിരുന്നു. അവരുടെ മധ്യസ്ഥ പ്രാർത്ഥനയും ജപമാല പ്രാർത്ഥനയും കരണകുന്തയും ഒക്കെയാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ സഹായിച്ചത്. കീമോതെറാപ്പി നിങ്ങൾ അറിയാമല്ലോ എത്രമാത്രം അതിന് പാർശ്വഫലങ്ങളുണ്ടെന്ന്. സാധാരണ ഒരു മനുഷ്യൻ്റെ അവസ്ഥയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സ്ഥിതിയിലേക്കാണ് നമ്മൾ കീമോതെറാപ്പി കഴിഞ്ഞ് കഴിയുമ്പോൾ പോകുന്നത്. എല്ലാവർക്കും ഉണ്ടാകുന്ന ഛർദി, വയറ് എരിച്ചിൽ, അലർജി, അങ്ങനെ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. പക്ഷേ ദൈവകൃപയാൽ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടും എനിക്ക് ഈ പറഞ്ഞ ഒരുപാട് പാർശ്വഫലങ്ങൾ ഉണ്ടായിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ നഴ്സസ് കൂട്ടായ്മയിലെ സഹോദരങ്ങൾ അവരുടെ പ്രാർത്ഥന കൊണ്ടും ദൈവം എന്നെ ആ അതിശയകരമായി വഴി നടത്തിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ 6 കീമോതെറാപ്പി കഴിഞ്ഞത് ദൈവം എന്നെ സ്വന്തം കയ്യിലെടുത്ത് പരിപാലിച്ച് നടത്തിയ അനുഭവമായിരുന്നു. കാരണം അത്രയേറെ ഒരു ഞെരുക്കങ്ങളിലൂടെയാണ് നമ്മൾ കീമോതെറാപ്പി കഴിയുമ്പോൾ ആയിരിക്കുന്നത്. ഈ അവസ്ഥയിലെല്ലാം അത് സഹനത്തോടും ആ സഹനങ്ങളെല്ലാം സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനും മനസ്സിന് ധൈര്യം പകരാനും നഴ്സസ് മിനിസ്ട്രിയിലെ സഹോദരങ്ങൾ എന്നെ അത്രയേറെ സഹായിച്ചു. ദൈവം എന്നെ മിനിസ്ട്രിയിലോട്ട് കൊണ്ടുവന്നത് ഇങ്ങനെയൊരു അവസ്ഥയെ അഭിമുഖീകരിക്കാൻ വേണ്ടിയായിരുന്നെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഇത്രയേറെ സഹനത്തിലൂടെയും വിഷമത്തിൽ കൂടെയും കടന്നു പോകുമ്പോഴും എങ്ങനെ ഇങ്ങനെ ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം സഹനം മുൻകാലങ്ങളിൽ ആയിരുന്നെങ്കിൽ സഹനമെന്ന് പറയുന്നത് ഞാൻ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പിന്തിരിയാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ പിന്നീടുള്ള അവസരങ്ങളിലെല്ലാം
സഹനത്തെ നേരിടാനും അത് അംഗീകരിക്കാനും എൻ്റെ മനസ്സിന് ദൈവം ശക്തി തന്നു. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിലൂടെ ശുദ്ധി ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാ പരീക്ഷണങ്ങളും നമ്മളെ ശുദ്ധി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം ഒരുക്കുന്നത്. പിന്നെ ജപമാല പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയും ശക്തിയും ഒക്കെ ഈ അവസ്ഥയെല്ലാം അഭിമുഖീകരിക്കാൻ എനിക്ക് ശക്തി തന്നു. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയും വളരെ ഫലം ചെയ്തിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഞാൻ ഒരു ജപമാല മാത്രമേ ചൊല്ലാറുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഈ സഹനങ്ങൾ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ ഞാൻ ജപമാല പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടി, കരണക്കൊന്തയുടെ എണ്ണം കൂട്ടി, ബൈബിൾ വായിക്കാൻ കുറച്ചും കൂടി സമയം കണ്ടെത്തി. അങ്ങനെ കുറച്ചുകൂടി പ്രാർത്ഥനയിൽ ആഴപ്പെടാനും ദൈവസ്നേഹത്തിൽ കൂടുതലായിരിക്കുവാനും എനിക്ക് സാധിച്ചു. യോഹന്നാൻ 11:4 പറയുന്ന പോലെ ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവമഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കാനുള്ളതും ആണ്. ദൈവത്തിന് ഒരു ജീവിത സാക്ഷ്യമായി ഏലിയാമ്മ ചേച്ചി നിലകൊള്ളുന്നു. ഏലിയാമ്മ ചേച്ചി, ഈ രോഗം മൂലം കഷ്ടപ്പെടുന്ന ഒത്തിരിയേറെ ആളുകൾ ഇപ്പോൾ നമ്മുടെ ഇടയിലുണ്ട്. അവരോടും അവരുടെ കുടുംബാംഗങ്ങളോടും ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? രോഗികളായിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സഹനത്തിലൂടെയാണ് നമ്മൾ ദൈവരാജ്യത്തിന് അർഹരാകുന്നത്. ദൈവരാജ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ പലവിധമായ സഹനങ്ങളിലൂടെ നമ്മൾ ശുദ്ധീകരിച്ച് ആണ് ഈശോയുടെ അടുത്ത് എത്തുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യവും അതുതന്നെയാണല്ലോ, ദൈവരാജ്യത്തിലെത്തുക എന്നത്. ഈ സഹനം നമുക്ക് ദൈവരാജ്യത്തിലെത്താൻ വേണ്ടി ഈശോയുടെ തിരുമുൻപിൽ കാഴ്ചവെക്കാൻ ഇന്നുവരെ സാധിക്കാത്തവർക്ക് ഇനിയുള്ള കാലം ആ സഹനം സന്തോഷത്തോടു കൂടി ഈശോയുടെ തൃപ്പാദങ്ങളിൽ കാഴ്ചവെച്ച് ദൈവരാജ്യം സ്വന്തമാക്കാം. കുടുംബാംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സാധാരണ കീമോതെറാപ്പി കഴിഞ്ഞിരിക്കുന്ന എല്ലാ രോഗികളും സാധാരണ അവസ്ഥയിൽ നിന്നും മറ്റൊരു പ്രത്യേക തരമായ മാനസികാവസ്ഥയിലായിരിക്കും അവരുടെ മാനസികാവസ്ഥ ശരിക്കും മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ മുടി കൊഴിഞ്ഞു പോയ അവസ്ഥ, വായ്ക്ക് രുചിയില്ലാത്ത അവസ്ഥ, എല്ലാത്തിനോടും ഒരു വിരക്തി, ഒന്നിനോടും താല്പര്യമില്ലായ്മ, ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് അവർ. പെട്ടെന്ന് അവരുടെ മൂഡ് ചേഞ്ച് ആകുന്ന ഈ അവസ്ഥയെല്ലാം കുടുംബാംഗങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കണം. അതുകൊണ്ട് യേശുവിനെ ശുശ്രൂഷിക്കുന്ന അത്ര സ്നേഹത്തോടും കരുണയോടും കൂടി വേണം അവരെ ശുശ്രൂഷിക്കുവാൻ. അതിനുവേണ്ടി കുടുംബാംഗങ്ങൾ ശരിക്ക് തയ്യാറായെങ്കിൽ മാത്രമേ ഈ രോഗികളായവർക്കെല്ലാം അവർക്ക് മാനസികമായ ആശ്വാസവും സമാധാനവും സന്തോഷവും ലഭിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഈ സഹനം സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം. അത് ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് പോലെയും ആയിരിക്കണം. കുടുംബാംഗങ്ങളായ നിങ്ങളെല്ലാവർക്കും അതിനുള്ള പ്രതിഫലം ഈശോ തീർച്ചയായിട്ടും നൽകും. ആതുര ശുശ്രൂഷ രംഗത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഈശോയുടെ കെയറിങ് ആൻഡ് ഹീലിംഗ് മിനിസ്ട്രിയിലേക്കാണ് നേഴ്സുമാരായ നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ശുശ്രൂഷ മേഖലയിൽ നമ്മൾ ഈ രോഗിയായിരിക്കുന്ന നമ്മൾ കടന്നു ചെല്ലുമ്പോൾ മറ്റു രോഗികളോട് നമ്മൾ എങ്ങനെ പെരുമാറണം? ആരോഗ്യമുള്ള അവസ്ഥയിൽ നമ്മളൊരു രോഗിയോട് പെരുമാറുന്ന അവസ്ഥയിലല്ലല്ലോ നമ്മൾ. പക്ഷേ ആ രോഗികളുടെ അവസ്ഥ നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കണം. നമ്മളും രോഗിയാണ്. അതുപോലെ മറ്റ് രോഗികളോട് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് അവരെ മനസ്സിലാക്കാനും കൂടെയുള്ള അവസരമാണത്. അപ്പോൾ നമുക്ക് ശരിക്കും കുറച്ചും കൂടി അവരെ കെയർ ചെയ്യാനായിട്ടും പറ്റും. ചിലപ്പോഴെങ്കിലും സഹനത്തിൽ കൂടി കടന്നു പോകുന്ന നഴ്സുമാർ അത് അവരുടെ ജോലിയിൽ പ്രതിഫലിക്കാറുണ്ട്. ചിലപ്പോൾ ദേഷ്യമായും നിരാശയുമായും രോഗികളെ അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യമായിട്ടൊക്കെ മാറാറുണ്ട്. അതിന് വിരുദ്ധമായി രോഗികളെ കൂടുതൽ സ്നേഹിക്കാനും അവരെ മനസ്സിലാക്കാനുമുള്ള ഒരു സാഹചര്യമായി ചേച്ചി ഇത് കണക്കാക്കുന്നു. അത് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. പ്രഭാഷകൻ 2:5 പറയുന്നത് പോലെ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. നമ്മുടെ ജീവിതത്തിലെ ഓരോ സഹനങ്ങളും ഈശോയിലേക്ക് അടുക്കുന്ന ഒരു ചവിട്ടുപടിയാകട്ടെ. അതിന് നമ്മളെ എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
ജീവിതത്തിൻ്റെ ഓരോ സഹനങ്ങളെയും പ്രാർത്ഥനയാക്കി മാറ്റുന്ന ഏലിയാമ്മ ചേച്ചിയുടെ ജീവിതാനുഭവം നമുക്കെല്ലാവർക്കും പ്രചോദനമാകട്ടെ. ഏലിയാമ്മ ചേച്ചി ഓർത്തും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഖത്തർ നഴ്സസ് മിനിസ്ട്രിയിലെ സഹോദരങ്ങളെ ഓർത്തും ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇപ്പോൾ നമുക്ക് UAE മുസഫ പാരിഷ് പ്രീസ്റ്റായ ബഹുമാനപ്പെട്ട അനിസേവ്യരച്ചൻ്റെ സന്ദേശം ശ്രവിക്കാം. Dear nurses, I am indeed so happy to appreciate and always admire at your service. I know that the amount of time that you give to the sick people, especially the dying, it is marvelous. Yes, you are given a special and the privilege to serve the humanity, especially for the sick people. I am sure all your service will bring more joy and happiness to the sick people as well as to you and to your family. God has given a special vocation to you. I am very sure it is very few people receive this particular vocation. I feel that you are very much blessed today because of your professions. May God bless you always. May many more people choose this profession and always they may serve the dying and the suffering and the sick people. And you are very spiritual, very courageous, very prayerful, and the way that you try to serve the people, especially the sick people, it is marvelous. Only when we fall in sick, we experience the value and the power of the nurses. Then we see by our own eyes the amount of time that you give to the sick people, and so the patiently that you serve, time to time that you give the medicines to the sick and making them to eat. All these things are something great. I myself have personally experienced when I was admitted in the hospital for the treatment, and your service becomes more fruitful, and you are very much dedicated. You are very much available to the people, and your availability and your approachability brings more the comfort and also confidence to the people. 24 hours that you are available, and you are always on call, ready to leave the home and ready to go to the hospital to look after the sick people. And whenever that you have been invited for any service, you are so peaceful, you are so smiling, and your little smile brings inner healings and psychological healings to the sick people. Your comforting words can always bring more blessings, more encouragement to the sick people. And our Father St. Francis of Assisi says, it is by giving we receive. Yes, the quality time that you give, the comforting words you give, the tender touch that you give, that can really bring healings, the cure to the sick people, my dear nurses. And you yourself always appreciate that you have got something special to give to the world. That is through your dedication, through your prayer, through your service. And I pray, may God bless you and bless your family, and time to time that you are renewing yourself spiritually by attending the retreat and coming together and praying together, praising God and thanking God and getting reactivated your faith and recharging your faith. All these can bring lot of blessings to you. When you are recharged with the spiritual power, with that when you go to the people, that sick people, that they get God's power through you. They experience the presence of Jesus, the presence of Mother Mary through you. In the Acts of the Apostles chapter 3 that we read, the crippled man was carried to the temple gate, and he was asking the people some help every day. Practically, he was depending on the help of others. A fine day, Peter and other disciples were just passing through, and the same way
the crippled man was looking at them and asking something for him. And Peter looked at him and he said, neither we have gold nor silver to give you, but we have something to give. In the name of Jesus of Nazareth, I tell you, get up and walk. The man got up and jumped and started to praising God and thanking God. My dear nurses, that we experience a lot of miracles in the Bible, that when people go, when the disciples went in the name of Jesus, and whenever in the name of Jesus people prayed and people were healed and the evil spirits were driven away and the people received a new life and people experienced God's forgiveness. In the same way, when you go in the name of Jesus of Nazareth and do your service, I am very sure the people get peace and joy and regain their health. Even the people, those who have given up their faith or given up God in their life through your dedicated service, may they experience the God's presence through you, and also the service that what you give will bring more blessings to them. Finally, my dear nurses, that you are called to be a saint. I pray, may you have the privilege of becoming one of the saints in the future. Wishing you all the best. May God bless all your dedicated service and give you good health to serve the sick people and the dying people. May Jesus be always with you. Thank you. ബഹുമാനപ്പെട്ട അനിസേവ്യർ അച്ഛനെ ഓർത്തും അച്ഛനിലൂടെ സഭയ്ക്കും സമൂഹത്തിനും പ്രത്യേകിച്ച് നഴ്സസ് മിനിസ്ട്രിക്കും ഈശോ ചൊരിയുന്ന എല്ലാ നന്മകളെയും ഓർത്തും നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ട നഴ്സസ്, നിങ്ങളിപ്പോൾ ഏലിയാമ്മച്ചി പറഞ്ഞതുപോലെ പ്രശ്നങ്ങളുടെ നടുവിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും നിങ്ങളുടെ മുമ്പിലുണ്ടായിരിക്കാം. എങ്കിലും നിങ്ങൾ തളരരുത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. യെശയ്യായുടെ പുസ്തകം 41 അധ്യായം അതിന് 13 വാക്യത്തിൽ അവിടുന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ലേ, നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കൈപിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. അതേ പ്രിയമുള്ളവരെ, ഈശോ ഒരിക്കലും നമ്മെ കൈവിടുകയില്ല. ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധിയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.